നമസ്കാരം. ശക്തി സ്വരൂപിണിയായ ശ്രീ വാരാഹി ദേവിയുടെ അതിപവിത്രവും മഹാശക്തിയേറിയതുമായ മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നത്തേത്. ഭക്തരുടെ അനുഭവപ്രകാരം ഈ മന്ത്രം അതിവേഗത്തിൽ ഫലം ലഭിക്കുകയും ആഗ്രഹം സഫലമാക്കുകയും ചെയ്യുന്നു. വളരെ ലളിതമായ മന്ത്രമാണ്. കൂടാതെ ഭയത്തെയും നെഗറ്റീവ് ഊർജങ്ങളെയും അകറ്റി ആത്മവിശ്വാസവും മാനസിക ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തിയേറിയ ദേവി ഉപാസന മന്ത്രമാണ്. വാരാഹി ദേവിയെ സത്യസന്ധമായ ഭക്തിയോടും ശുദ്ധമായ മനസ്സോടു കൂടി സ്മരിച്ച് ഈ മന്ത്രം ജപിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ മന്ത്രത്തിൻ്റെ പ്രാധാന്യം, ജപിക്കേണ്ട വിധം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ലളിതമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ടു ഭക്തിപൂർവ്വം ദേവിയെ സ്മരിക്കൂ. മന്ത്രം ഇതാകുന്നു: വജ്രകോശം. ഒരിക്കൽ കൂടി, വജ്രകോശം. വാരാഹി ദേവിയുടെ അതിശക്തിയാർന്ന മന്ത്രമാണിത്. മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രികാലങ്ങളിൽ മാത്രമായിരിക്കണം ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പും ശേഷവും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. റൂമിലോ പൂജാമുറിയിലോ ഇരുന്ന് ജപിക്കാവുന്നതാണ്. ജപത്തിന് മുമ്പായി ഒരു വിളക്ക് കത്തിച്ചു കൊണ്ട് ജപിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്ത പക്ഷം വിളക്കിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല. മന്ത്രജപം തുടങ്ങുന്നതിന് മുൻപ് ഇഷ്ടദേവതയോ കുടുംബദേവതയോ മനസ്സിൽ ധ്യാനിച്ച് ആരംഭിക്കാവുന്നതാണ്. മന്ത്രം 108 തവണയാണ് ജപിക്കേണ്ടത്. എന്നാൽ കഴിയാത്ത പക്ഷം 11 തവണയും ജപിക്കാവുന്നതാണ്. ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ ദേവിയെ പരീക്ഷിക്കുവാനായി മന്ത്രം ജപിച്ചാൽ ഒട്ടും തന്നെ ഫലം ലഭിക്കുകയില്ല. 100% വിശ്വാസത്തോടെ മനസ്സുരുക്കി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് അമ്മ. ശ്രീ വാരാഹി ദേവിയുടെ കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും ധൈര്യവും ഐശ്വര്യവും നിറയ്ക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും മറക്കരുത്.